എടാ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഞാൻ വിളിച്ചു വരുത്തി എന്തിനാണെന്നറിയോ? ഇല്ല. എടാ നമ്മളാരാ? നമ്മൾ പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് ആണല്ലോ. പക്ഷെ ചിലരുടെയൊക്കെ വിചാരം നമ്മളെന്തോ ബംഗാളികളാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഇട്ട് തട്ടി കളിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതായത് രമണ, നിന്റെ പൊസിഷൻ ഏതാ? അങ്ങനെയൊക്കെ ചോദിച്ചാ കണ്ട അവനവരെ പൊസിഷൻ വരെ മറന്നുപോയി. അവന്റെ കാര്യം വിട്, നീ ആലോചിക്ക്. നീ ടോണി ക്രൂസിന്റെ പകരക്കാരനാവേണ്ടവനാ, അല്ലാതെ ടീമിൽ ആരും ചെറിയായാലും പകരക്കാരനാവേണ്ടവനല്ല. ഇതിനിപ്പോ നമ്മളെന്തോ ചെയ്യണോന്നാ നിങ്ങൾ പറയുന്നത്? തടയണം. തടവണോ? ആരെ? നിന്റെ. എടാ ഇത് തടയണോന്ന്. നമ്മൾ മൂന്നുപേരും നമ്മുടെ സ്വന്തം പൊസിഷനിൽ മാത്രമേ കളിക്കത്തോളെന്നും പറഞ്ഞ് സമരം ചെയ്യണം. ഇതൊക്കെ വേണോ? വേണം. നമ്മൾ മൂന്നുപേരും ഉള്ളതിന്റെ ബലത്തിലെ ഇത്രയും പ്രശ്നങ്ങൾ ഡിഫൻസിലുണ്ടായിട്ട് ഒരു സൈനിങ് പോലും ഇപ്രാവശ്യം ചെയ്യാഞ്ഞത്. ഒന്നാലോചിച്ചാൽ ഈ പറയുന്നതിനും കാര്യമുണ്ട്. നമ്മൾ എന്തിനു വേറെ പൊസിഷനിൽ കളിക്കണം? ഈ ഫയർ ആണ് നമുക്ക് വേണം. മക്കളെ, നിങ്ങൾ ഇവിടെ നിൽക്കുവായിരുന്ന? ഞാൻ എവിടെയൊക്കെ തിരക്കി. മോനെ ചുമേനി, എന്താ കൊച്ചേ? നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. റൂഡിഗർ ഇല്ലാത്തതുകൊണ്ട് നിന്നെപ്പോലെ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ ഹാളിനെ പോലെ ഒരുത്തിനെയൊക്കെ പിടിക്കാൻ പറ്റത്തുള്ളൂ. കോച്ച് ഒന്നുകൊണ്ട് പേടിക്കണ്ട, അവന്റെ കാര്യം ഞാറ്റി. വാൽവരുടെ മോനെ, ഇവനെ പോലെ ഒരു പ്ലെയറിന് എന്റെ കാരിയറിൽ ഞാൻ കണ്ടിട്ട്. വാസ്കസിന് പരിക്കായതുകൊണ്ട് ഞാൻ ആ പൊസിഷനിൽ കളിക്കണം, അതിനല്ലേ? അതെ. പിന്നെ കമവിങ്ക മോനോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, അവൻ എല്ലാം അറിഞ്ഞങ്ങ് ചെയ്തോളൂ. ഇപ്പം എല്ലാം റെഡിയാവും. നമ്മുടെ ഫ്ലൈറ്റിന്റെ ടൈമായി, പോണ്ടേ?